മക്കളെ 15-ാം തീയതി ഇതാ പരീക്ഷ വരാൻ പോവാണ് അല്ലേ? എവിടം വരെയായ ഒരുക്കങ്ങളൊക്കെ നമ്മളെ ബയോളജീൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് 22-ാം തീയതിയാണ്. കുറച്ച് അങ്ങോട്ടാണെന്ന് വിചാരിച്ച് ഇപ്പോഴേ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കേണ്ട. കുറേ പരീക്ഷകൾ ഒന്നിച്ച് വരുന്നതും കുറേ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ബയോളജീൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മക്കൾ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഒരു പരീക്ഷയെ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ മുന്നേ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജി എന്ന് പറയുന്നത് 4 ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വെയിറ്റേജ് വരുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ചാപ്റ്റർ ഏതാ മിസ്സേ, ഞങ്ങൾ കൂടുതലായിട്ട് ഏത് ഡയഗ്രാംസ് ആണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് മിസ്സ് വന്നിട്ടുള്ളത്. അപ്പം ബയോളജിയുടെ കേസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, നമ്മുടെ ശ്വസനവും വിസർജനവും, അതുപോലെ തന്നെ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് മൂവ്മെന്റ്സ്, ചലനങ്ങൾക്ക് പിന്നിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ, അതായത് നിങ്ങളിപ്പം മുന്നേ എഴുതി ഈ സിലബസിലുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ സെക്കൻഡ് ടേമിലേതുള്ള കിട്ടുന്നത്. അതുകൂടാതെ ഈ കഴിഞ്ഞ ഓണപരീക്ഷയുടെ പുതിയ പാറ്റേൺ വെച്ചും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ 2 ചാപ്റ്ററാണ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ബയോളജിയുടെ. ഈ 40 മാർക്കിൽ ഏകദേശം 18 മുതൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമേൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. റെസ്പിറേറ്ററി സിസ്റ്റം, ആൽവിയോളാർ സ്ട്രക്ചർ, അതുപോലെ തന്നെ എക്സ്ക്രീഷനിലേക്ക് വരുമ്പോൾ നെഫ്രോൺ, കിഡ്നി സ്ട്രക്ചേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചിത്രം തന്നിട്ട് ചോദിക്കും. 4 മാർക്കിന് ചിത്രം റീഡ്രൂ ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇനി ബിഹൈൻഡ് മൂവ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഏകദേശം 17 മുതൽ 19 മാർക്ക് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയഗ്രാംസ് തന്നെയാണ്. നമ്മൾ സ്കെലിട്ടൺ സിസ്റ്റം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ തരത്തിലുള്ള ബോണിൻ്റെ സ്ട്രക്ചർ, കാർട്ടിലേജിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. ബോൺസ് മാത്രമല്ല മസിൽസുമായിട്ടുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് പഠിക്കണം. എങ്ങനെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നു, ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. ഞാൻ പറഞ്ഞു 17 മുതൽ 19 മാർക്ക് വരെ, അതായത് 40 മാർക്കിൻ്റെ പകുതി മാർക്കോളം എവിടെയാണ് കിടക്കുന്നത്, ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്തത് ഓണപരീക്ഷയ്ക്ക് പഠിച്ച ചാപ്റ്റർ ഞങ്ങൾ എത്രത്തോളം നോക്കണമെന്നാണ്. നമുക്കറിയാം ഈ 40 മാർക്കിൽ ഏകദേശം ഇത്രയും ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30 അടുത്ത മാർക്കുകളെയും 32 മാർക്കോളം ക്വസ്റ്റ്യൻസ് ഈ 2 ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് ലൈഫ് പ്രോസസ്സ് എന്ന് 2 മുതൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ ഡൈജഷൻ 3 മുതൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻസും വരാം. ഇനി പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷത്തിലെ പോലെ കുറേ ചോദ്യങ്ങൾ തന്നിട്ട് ഓരോ ഓപ്ഷൻ അല്ല. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. നമുക്ക് ടോട്ടൽ 18 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 18 ക്വസ്റ്റ്യൻസിൽ 1 മാർക്കിന്, 2 മാർക്കിന്, 3 മാർക്കിന്, 4 മാർക്കിന്, ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിൻ്റെ സിസ്റ്റം പോകുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5, 10, 13, അതുപോലെ 16, 18 ഈ ചോദ്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് A or B എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ 18 ചോദ്യങ്ങൾക്ക് ഉത്തരം നിർബന്ധമായിട്ടും വേണം. ചില ചോദ്യങ്ങൾക്ക് മാത്രം, ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ഒരു ഓർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു അനദർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും വെയിറ്റേജ് മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കുറച്ച് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആണ് കഴിഞ്ഞ വർഷത്തെ മാർക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ ബയോളജി പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററിന് കൊടുക്കാം. അതിനുശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്, ആദ്യത്തെ 2 ചാപ്റ്ററാണ്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട്, എൻസൈം, ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് വരുമ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, അവിടെ യൂസ് ചെയ്യുന്ന എൻസൈംസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചാൻസിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ വളരെ മിനിമലായിട്ട് ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡോളസൻറ്റ് പീരീഡിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എന്താണ് ജെൻഡർ, എന്താണ് സെക്സ്, ഇത്തരത്തിലുള്ള ഡെഫിനിഷൻസും അതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസും പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും നിങ്ങളുടെ പിബേർട്ടി പീരീഡിലുള്ള ചേഞ്ചസ് ആണ് ചാൻസ് കൂടുതൽ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. 40-ൽ 40 മാർക്ക് തന്നെ ഈസി ആയിട്ട് മേടിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള
ബാക്കിയുള്ള സമയം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ലൈവുകളും മാരത്തോണും ഒക്കെ നമ്മൾ 19, 20, 21 തീയതികൾ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇപ്പോഴേ ഈ ഒരു ടൈം ലൈൻ മനസ്സിലാക്കി തന്നെ നേരത്തെ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഒന്നും പഠിച്ച് സെറ്റായിട്ട് വെക്കുക. വേണ്ട ലൈവുകളും വീഡിയോസും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.